ഇത് എവിടെ വെച്ച് ടിക്കറ്റ് കൊണ്ട് തന്നത്? എരമല നമ്മളെ ഷാപ്പില്ലേ? എരമല ഷാപ്പിന്റെ അവിടെ നിന്ന് കോഴിക്കടയുണ്ട് അവിടെ. പിന്നെ ഈ കല്ലൊക്കെ വിൽക്കുന്നു അവിടെ വെച്ചാണ് ടിക്കറ്റ് മാറുന്നത്. ഈ വന്നയാൾ എങ്ങനെയാ? ഒരു ചെറുപ്പക്കാരനാണ്. ഒരു 28, 29 കഷ്ടിച്ച് 30 കൂടുതൽ വയസ്സ് കാണുന്നു എനിക്ക് തോന്നുന്നില്ല. ബൈക്കാൽ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാലിയാവഴി കവലയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ലോട്ടറി തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന് 1000 രൂപയുടെ പ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തെ പറ്റിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അദ്ദേഹം ഇവിടെയുണ്ട്, ലോട്ടറി കടയൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് അവരോടൊന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം തിരക്കാം. ഇത് പുതുപ്പള്ളി ഇരവനല്ലൂർ സ്വദേശിയാണ്. ഇദ്ദേഹമാണ് തട്ടിപ്പിനിരയായത്. എരമല ഷാപ്പിന്റെ അവിടെ നിന്ന് കോഴിക്കടയുണ്ട് അവിടെ. പിന്നെ ഈ കല്ലൊക്കെ വിൽക്കുന്നു അവിടെ വെച്ചാണ് ടിക്കറ്റ് മാറുന്നത്. ഈ വന്നയാൾ എങ്ങനെയാ? ഒരു ചെറുപ്പക്കാരനാണ്. ഒരു 28, 29 കഷ്ടിച്ച് 30 കൂടുതൽ വയസ്സ് കാണുന്നു എനിക്ക് തോന്നുന്നില്ല. ബൈക്കാൽ. ഒരു ബാഗുണ്ട്. ഈ ബാഗിന്റെ അത് ആദ്യം അവനൊന്ന് തപ്പി ഇളക്കി നോക്കി കഴിഞ്ഞിട്ട് അവസാനം അവന്റെ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ടിക്കറ്റ് 5 ടിക്കറ്റ് ഉണ്ടെന്ന്. 5 എണ്ണം. 5നും പ്രൈസ് ഉണ്ടെന്നാണ്. 5 ടിക്കറ്റിനും പ്രൈസ് ഉണ്ട് 1000 വെച്ച്. ഈ നമ്പറിൽ 5 ടിക്കറ്റിനും പ്രൈസ് ഉണ്ട്. പക്ഷേ അപ്പൊ ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം അല്ലല്ല, രാവിലെ വെളുപ്പിനെ ഞാൻ ടിക്കറ്റുമായിട്ട് നടന്നു പോയി വിൽക്കുന്ന ആളാണ്. വെളുപ്പിനെ അപ്പൊ 6:15, 6:20, 6:30 വരെ സമയം എനിക്കറിയത്തില്ല, എനിക്ക് വാച്ചില്ല, മൊബൈലും ഇല്ല. അപ്പൊ ഒരു 6:30 ഏറെക്കുറെ ആയിട്ടുണ്ട്. ചേട്ടന് ഒരു ടിക്കറ്റാണോ എടുത്തത്? അപ്പൊ എന്നോട് 5 ടിക്കറ്റ് മാറാൻ അവൻ പറഞ്ഞത്. 5 ടിക്കറ്റിന്റെ പൈസ 18 ടിക്കറ്റ് എടുത്തു. എന്റെ 6 ടൈം വെച്ചു. 51, 52, 53 ഇതെല്ലാം എടുത്തോ? അവൻ എടുത്തു. 18 ടിക്കറ്റ് എടുത്തു. 18 ടിക്കറ്റ് എടുത്ത് ബാക്കി പൈസക്ക് അതിന്റെ പൈസ തന്നവൻ? ഇല്ല. അതിനാണ് ടിക്കറ്റ് കൊടുത്തല്ലേ? അതിന് ഒരു ടിക്കറ്റിന് ഞാൻ മാറി തരാമെന്ന് പറഞ്ഞു. എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം 18 ടിക്കറ്റിന് 900 രൂപ പോയിട്ട് 100 രൂപയുണ്ട്. 100 രൂപ എന്റെ ആകെ പറഞ്ഞ 250 രൂപ ഉണ്ടായിരുന്നു. ആ 2 രൂപ 50 രൂപ അവന് കൊടുത്തു. അപ്പൊ 1000 രൂപ അവന്റെ കണക്ക് ശരിയായി. 1000 രൂപ ടിക്കറ്റും മാറി പോയിട്ട് 4 ടിക്കറ്റ് അവന്റെ കയ്യിലുണ്ട്. 4 ടിക്കറ്റ് അവന്റെ കയ്യിലുണ്ട്. അവൻ ബൈക്കും വിട്ടു. അത് വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും, സ്ഥിരം പരിപാടിക്കാരായിരിക്കുമല്ലോ. അപ്പൊ 5 എണ്ണം മാറുവാണെങ്കിൽ ഇത്തരം ടിക്കറ്റ് എടുക്കും, ബാക്കി പൈസ ബാഗൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ. അപ്പം ബാക്കി പൈസയും മേടിച്ചോണ്ട് ഇത്തരം ടിക്കറ്റ് എടുക്കുമ്പോൾ ബാക്കി പൈസയും കൊടുക്കുമല്ലോ എന്നോർത്തായിരിക്കും അവൻ ചോദിച്ചത്. എന്റെ ലാഭപ്പെടുന്ന രൂപയുണ്ടായിരുന്നു 250 രൂപ. അല്ല, ഇവനൊക്കെ എങ്ങനെയുള്ള ബിസിനസ്? നിങ്ങളെ പോലുള്ളവരെ എനിക്ക് അവനെ ഒരു പരിചയമില്ല. അവൻ ആദ്യം എന്നോട് പറഞ്ഞു പാകിസ്ഥാനത്താണ്. ഞാൻ ചോദിച്ചു പാകിസ്ഥാനത്താണ് എവിടെയാ വീടെന്ന് ചോദിച്ചപ്പോൾ പാകിസ്ഥാനത്താണ്. പിന്നെ അവൻ പറഞ്ഞു ഞാൻ കർണാടകത്തിൽ നിന്ന് വരുവാണെന്ന് പറഞ്ഞു. ആദ്യം അവൻ പറഞ്ഞു കർണാടകത്തിൽ നിന്ന് ഞാൻ വരുന്ന വരവാണ്. മനസ്സിലായത് ഇവിടെ വന്ന് ടിക്കറ്റ് മാറാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടുന്ന് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു ഏറെക്കുറെ ഒരു 5-6 മാസമായി. ഇവിടെ കൊടുത്ത് ഇവര് മറ്റേ മിഷനായിട്ട് നോക്കിയപ്പോ തന്നെ ഇത് കളത്തിക്കാണ് അടിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആണല്ലേ? കാരുണ്യയുടെ ടിക്കറ്റ്. അപ്പൊ ഇത് സ്ഥിരം അവന്റെ പരിപാടിയായിരിക്കണം എന്ന് തോന്നുന്നു. ഇനി അവന്റെ 4 ടിക്കറ്റ് ഉണ്ട്. വേറെ ആർക്കും ഈ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ തീർച്ചയായിട്ടും ചേട്ടനത് ശ്രദ്ധപ്പെടുത്താൻ നന്നായി. കാരണം ഇത് മറ്റുള്ളവർ അറിവില്ല, ഇത് വന്നില്ലേ ഇതുപോലെയുള്ളവന്മാർ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെടുക്കാൻ പറ്റും. എന്നാ ചെയ്യാം? എന്നെ കഴിഞ്ഞും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പാവങ്ങൾ ഈ വീടും കൊണ്ട് നടന്നു. പിന്നെ ഒന്നാമത്തെ പ്രൈസ് കുറവാണ്. ടിക്കറ്റ് ചെലവാകാൻ പാട്. അപ്പൊ ആ സ്ഥിതിക്കാണ് ഈ സ്ഥിതി പറ്റും. അത് ശരിയാണ്. ഈ കടന്നല്ലേ ദുർഗായിലല്ലേ? ശരി ശരി, ഞാൻ അവരോടൊന്ന് ചോദിച്ചേക്കാം കേട്ടോ. ശരി. ഇതാണ് ഞാലിയാവഴിയിലെ ദുർഗ ലോട്ടറി ഏജൻസീസ്. ഇവിടെ നിന്നാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്നത്. അപ്പം പ്രൈസ് മാറാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവർ സ്കാൻ ചെയ്തപ്പോഴാണ് തട്ടിപ്പ് പിടുത്തം കിട്ടിയത്. സാധാരണ ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെ പറ്റിക്കുന്നതാണ് നമുക്ക് ഭയങ്കര പ്രയാസം. കാരണം ഈ ലോട്ടറിക്കാരുടെ പ്രശ്നം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എന്നെ ഇവിടെ നോക്കി ഇവിടെ നമ്മുടെ എങ്ങനെ നോക്കുന്നത്? നമ്മുടെ സ്കാനറുണ്ട്. സ്കാനർ നോക്കിയപ്പോഴത്തേത് വ്യാജ ടിക്കറ്റ് ആണ് മനസ്സിലായി. ആണല്ലേ? പക്ഷെ ആ ടിക്കറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേന് അതുകൊണ്ട് സെയിം ആ ഡേറ്റ് അല്ല. വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, ഇതുണ്ട് 7 ഡേറ്റ് ഉണ്ട്. ഡേറ്റ് കറക്റ്റ്. ഇതില്ല. കണ്ടോ? അല്ല, ഈ ഡേറ്റ് കറക്റ്റ് ആണ്. ബാക്കി എല്ലാം വ്യത്യാസമുണ്ട് ഇവിടെ. ഇത് കണ്ടോ? പക്ഷെ ഇവനൊക്കെ 1000-കണക്കിന് ടിക്കറ്റ് അടിച്ചു കാണും ഇതേപോലെയൊക്കെ അല്ലേ? ഇതിന്റെ ഇത് വേറെ കടയിൽ കൊണ്ടേ അല്ല, ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടേ കൊടുത്താൽ മാറത്തുള്ളൂ, കടയിൽ കൊണ്ടുവരത്തില്ല. കടയിലും വരുന്നുണ്ട്, അറിയാൻ പറ്റില്ല. ഇതുപോലെ സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഒരാൾ വാങ്ങിച്ചിട്ട് വേണേൽ അറിയാൻ പറ്റത്തില്ല. ശരിയാണ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഇതുണ്ടെങ്കിൽ ഡേറ്റ് മാത്രം നോക്കി അന്നേരം നോക്കുക. സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയാൻ പറ്റും. സ്കാൻ ചെയ്താൽ ചിലപ്പോൾ സ്കാനിങ്ങിന് കാണിക്കും, അറിയാൻ പറ്റത്തില്ല. അതെ, ഇതുപോലെയുള്ള പാവങ്ങളെ പറ്റിക്കുന്ന കുറെ ഭയങ്കര ഇവരൊക്കെ ഒന്നാമതെ കച്ചവടം ഇല്ല. അതിന്റെ ഇടയ്ക്ക് അതെ ഇത് എങ്ങനെയാ പരാതി കൊടുക്കാൻ വേണ്ടി ഇവിടെ സ്റ്റേഷനിൽ ഇത് അറിയിക്കേണ്ട ഒരു കാര്യം അറിയിക്കണം.
ഇനി ഇതുപോലെ ആവർത്തിക്കരുത്, അതാ പറഞ്ഞു. ശരി, എന്നാ ആയിക്കോട്ടെ, ശരി. എരമല്ലൂർ എവിടെയായിട്ട് താമസിക്കുന്നത്? ആ ആ ആ ശരിയാ. വീട്ടിലാരൊക്കെ ഉണ്ട്? ആ ആ ശരി. ആ ആ ആ ശരിയാ. ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? ആ. ഞാൻ അദ്ദേഹത്തെ കൂട്ടി വാഗ്ദാനം സ്റ്റേഷനിൽ ചെന്ന് പരാതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ഈസ്റ്റിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ലോട്ടറി വിൽപ്പനക്കാർ ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള തട്ടിപ്പുമായിട്ട് ഒരുപാട് ആൾക്കാർ വരും. ഇവരൊന്നും കടകളിൽ പോയി ടിക്കറ്റ് മാറത്തില്ല. നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ തെരഞ്ഞു പിടിച്ച്, അതുപോലെ നല്ല മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് പറ്റിക്കപ്പെടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൈസുമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും അതുപോലെ ശ്രദ്ധിച്ച് മാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയാവുന്നെങ്കിൽ മാത്രമേ പണം മാറിക്കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട പൈസ മുഴുവൻ വെറുതെ ആയിപ്പോവും. അപ്പം ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇവൻ ഈ ബാക്കിയുള്ള ടിക്കറ്റുമായിട്ട് ഇവനിത് സ്ഥിരം തൊഴിലായിരിക്കും. പല ലോട്ടറിക്കാരായിരിക്കലും ഈ ഒറ്റയ്ക്ക് വിൽപ്പനക്കാരായിരിക്കലും എല്ലാം ഇവൻ സമീപിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കരുതിയിരിക്കുക.